ഹായ്, നിങ്ങളെ ഞാനിപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയണം. ഇത് കണ്ടോ, 3 ദിവസമായി ഈ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞ് ഈ ലൈനിന്റെ പുറത്തോട്ട് വീണിട്ട്. അതായത് ഞങ്ങളുടെ വീടിന്റെ പറ്റയാണ് ഇത് വന്ന് കിടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം സ്കൂളിൽ അപകടം ഉണ്ടായത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ആ കൊച്ചു മരിച്ചു പോയത് ഈ KSEBക്കാർക്ക് അറിയത്തില്ലാഞ്ഞിട്ടൊന്നും അല്ലായിരുന്നല്ലോ. സ്കൂളിന്റെ നേരെ ഫ്രണ്ടിൽ കൂടെ ഈ ലൈൻ പോയത്, അതായത് 11 kV. അത് അവരുടെ അശ്രദ്ധ കുറവ് കൊണ്ട് പറ്റിയതല്ലേ എന്ന് പറഞ്ഞോണക്ക് തന്നെയാണ് ഇതിപ്പം വിളിച്ചു പറഞ്ഞിട്ട് 3 ദിവസമായി ഈ മരം വെട്ടാൻ വേണ്ടിയിട്ട് KSEBയിൽ കാശ് അടച്ചിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. അതിന്റെ റെസിപ്റ്റും കാര്യങ്ങളും ഇവിടെയുണ്ട്. ഇന്നലെ ആണേലും മരം വെട്ടാൻ അവരോട് വെട്ടാനും പറഞ്ഞിട്ടില്ല. അവരോട് വന്ന് ലൈൻ ഒന്ന് ഊരി മാറ്റി തരാമോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. വെട്ടുകാരെ വേറെ വെച്ചിട്ടുണ്ട്. ഈ വെട്ടുകാരിപ്പം വരാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. ഇന്നും അവര് വന്നിട്ട് പോയി. ഈ ലൈൻ ഒന്ന് ഊരി മാറ്റി കൊടുക്കാത്തത് കൊണ്ട് അവര് വന്ന് ഊരി മാറ്റുന്നതിന് സെപ്പറേറ്റ് കാശും കൊടുക്കാന്ന് പറഞ്ഞതാണ്. എന്നിട്ടും അവര് വന്നിട്ടില്ല. എന്റെ വീട്ടിലാണ് പ്രായമായ ഒരു അമ്മയുണ്ട്, 10-90 വയസ്സായത്. അവർക്ക് കണ്ണൊന്നും കാണത്തില്ല. ഈ ലൈൻ ഇന്ന് രാത്രിയിൽ അങ്ങാനും പൊട്ടി താഴെ വിട്ടെ. അതുപോലെ തന്നെ ഒരു പൊടി കൊച്ചുണ്ട്. ഞങ്ങൾ 5-8 പേര് അംഗങ്ങളുള്ള ഒരു വീടാണിത്. ഈ മാതിരിയാണ് ഈ കിടക്കുന്നത്. അല്ലാതെ ഈ പറമ്പിന്റെ ഉടമസ്ഥനോ അല്ലെ പ്ലാവ് നിൽക്കുന്ന പറമ്പുകാരെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവർക്ക് കയറി എന്തായാലും ഇത് വെട്ടാൻ പറ്റത്തില്ല. ഇത് പീസ് ഊരി മാറ്റി കൊടുത്ത് ലൈൻ അഴിച്ചു മാറ്റി കൊടുക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് ഞാൻ അവരെ കുറച്ച് കാണുന്നതോ അല്ലെ അവരെ KSEBക്കാരെ മോശക്കാരായിട്ടോ ഒന്നും പറയുന്നതല്ല. അവര് പറയുന്നതാണ് ഞങ്ങൾക്ക് സമയം കിട്ടണ്ടേ, എത്ര സ്ഥലത്ത് ഞങ്ങൾ ഓടിയെത്തണം എന്ന് പറഞ്ഞോണ്ട് കാണാം. അല്ലാത്ത ഒരു കേസ് പോണ് കാണാം. ഈ പെരയുടെ മേളിലോട്ട് കയറി ഈ മാതിരി ലൈന് വന്ന് മുട്ടിക്കിടക്കുന്നത്. ഇവരോടൊന്ന് മാറ്റി കെട്ടാൻ പറഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് ഈ ലൈന് പൊട്ടി താഴെ വീണ് കഴിഞ്ഞപ്പം അവർ ഞങ്ങൾ പറഞ്ഞു കാശ് അടയ്ക്കാം, നിങ്ങൾ ഈ കമ്പി ഒന്ന് മാറി തരണം എന്ന് പറഞ്ഞപ്പോ അവർ ആ പൊട്ടിയത് നിങ്ങളെ കാണിച്ചു തരാം, എന്നാ കാണിച്ചു വെച്ചിട്ട് പോയെന്ന്. നല്ലൊരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതും പൊട്ടി വീഴും. ഇത് കണ്ടോ, വേറെ അലുമിനിയം കമ്പി ഇട്ട് കെട്ടി വെച്ചിട്ട് വേറൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം കൂടെ വെച്ച് ഇതുണ്ടോ ജോയിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ, കറക്റ്റ് നോക്കിക്കേ. ഒരു വീടിന്റെ ഫ്രണ്ടിലാണ് ഇത് കാണിച്ചു വെച്ചേക്കുന്നത് ഈ പണികള്. എന്നുവെച്ചിട്ട് അപകടം ഉണ്ടാകുന്നു. സ്കൂളിന്റെ മേളിൽ നിന്ന് ആ കൊച്ചൊന്ന് വീണ് ആ കൊച്ചു മരിച്ചു പോയി കഴിഞ്ഞപ്പോ കുറെ പ്രകസനവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ കമ്പി താഴെ വീഴുവോ, എന്തെങ്കിലും മരവോ എന്തെങ്കിലും ലൈനിന്റെ പുറത്തോട്ട് വീണ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉടനെ തന്നെ KSEBയിൽ വിളിച്ച് അറിയിക്കണം. മണിക്കൂറിനുള്ളിൽ അവർ വന്ന് റെഡിയാക്കി തരാം. ഇതിപ്പം 3 ദിവസമായി ഞങ്ങളുടെ വീടിന്റെ മേളിലോട്ട് വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ KSEBയിൽ അവരുടെ മുറ്റത്ത് പോയി കുത്തിയിരുന്ന് സത്യാഗ്രഹം ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഇത് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞേ ഒന്ന്. ഇതുപോലെ ആരെങ്കിലും ചെയ്യും. കാരണം ലൈൻ ഇല്ലെങ്കിൽ ശരിയാണ്, അല്ലെങ്കിൽ കറണ്ട് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ആർക്കെങ്കിലും കയറി വെട്ടാൻ പറ്റുമോ? എപ്പോഴാ കറണ്ട് വരുന്നതെന്ന് അറിയത്തില്ല. അതല്ല, നോർമലിൽ ഒരു മരം വീണ് നമ്മുടെ മേത്തോട്ട് വീടിന്റെ മുകളിലോട്ട് വീഴുവാണെങ്കിൽ നമുക്കത് വെട്ടിമാറ്റാം. ഇത് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. എത്ര വീട്ടുകാർക്കാണെന്നറിയാവോ അപകടം? ഇതുണ്ടോ, അടുത്ത വീടിരിക്കുന്ന ഈ ലൈൻ വീണിട്ടുണ്ട്. അവിടെയും കൊച്ചു പിള്ളേരും എല്ലാം ഉള്ളതാ. ഇതാണ്ട് തൊട്ട് ചേർന്നാണ് അടുത്ത വീട്. ഇത് അവരെ വിളിച്ചിട്ട് 3 ദിവസമായിട്ട് ഈ നേരം വരെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇത് ഞാന് അടുത്ത എന്താ ചെയ്യാൻ പോണെന്ന് ചോദിച്ചാൽ മാധ്യമക്കാരെയൊക്കെ ഞാൻ വിളിക്കും. ഇതിപ്പം ഇന്ന് 5 മണിക്ക് മുമ്പ് അവർ വന്നിട്ടില്ലെങ്കിൽ മാധ്യമക്കാരെ സർവേ ആൾക്കാരെ ഞാൻ വിളിച്ചിത് കാണിക്കും. ഇതാണെന്ന് നോക്കിക്കേ. മനുഷ്യൻ പേടിച്ചിട്ട് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഇത് വീണ് കിടന്നിട്ട് അവര് ഇത് മാറ്റി തരാത്തത് കൊണ്ട് കൊച്ചിനെയും പെണ്ണിനെയും കൂടെ ഞങ്ങൾ അവരെ പെണ്ണിന്റെ വീട്ടിൽ വരെ പറഞ്ഞു വിട്ടു. എന്നുവെച്ചിട്ടും സമ്മതമല്ല. ഇതുണ്ടോ, പ്രായമായിരിക്കുന്ന അമ്മ ഇവിടെ ഇരിക്കുന്നത്. എങ്ങോട്ടില്ല, അവർക്ക് കണ്ണുപോലും കാണാൻ മേലെ മുറ്റത്തുടങ്ങിയിട്ട് ഇത് പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ. ഇതിന്റെ അവസ്ഥയൊന്ന് നോക്കിക്കേ. ഇവരോട് പറഞ്ഞാൽ ഇവർക്കത് മനസ്സിലാകാത്തതാണ്. അവരോട് ഞങ്ങൾ പറഞ്ഞു വീടേ മുട്ടിക്കിടക്കുവാണ് എന്ന് പറഞ്ഞപ്പോ അവര് ചോദിക്കാണ് 2 ലൈനും കൂടെ ഒന്നിച്ചാണോ മുട്ടിക്കിടക്കുന്നത് അതോ വേറെയാണോ മുട്ടിക്കിടക്കുന്നതെന്ന്. ഇത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, രണ്ടും കൂടെ ഒന്നിച്ചാ മുട്ടിക്കിടക്കുന്നതെന്ന്. അതായത് 2 ലൈനും കൂടെ ഉണ്ടല്ലോ, ഒരു കമ്പി വെച്ച് ജോയിന്റ് ചെയ്ത് വെച്ചേക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് ലൈൻ പൊട്ടി താഴെ വീണിട്ട്. ഇത് ഈ ഉത്തരവാദിത്വം ഇത് ഇവരുടെ അനാസ്ഥയല്ല. ഇത് എന്തെങ്കിലും സംഭവിച്ച ഞങ്ങൾ എത്ര വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവും അറിയാവോ? എന്നിട്ട് പറയും നമ്മൾ തക്ക സമയത്ത് അറിയിക്കാഞ്ഞിട്ടാണ്, ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന് പറയും. ഇത് അറിയിച്ചതിന്റെ തെളിവും ഇത് വെട്ടിമാറ്റാനായിട്ട് ഇതിന്റെ പീസ് ഊരാൻ ലൈൻ ഊരി കൊടുക്കാനായിട്ടുള്ളത് അപേക്ഷ വെച്ച് കാശ് അടച്ചതിന്റെ റെസിപ്റ്റും കയ്യിലിരിക്കുവാണ്. ഒരാഴ്ചയായതാണ് ഇത് വെട്ടിമാറ്റാൻ വേണ്ടിയിട്ട് കാശ് അടച്ചിട്ട്. എന്നിട്ടാണ് അവരിത് വരാതിരിക്കുന്നത്. ഇന്ന് എന്തായാലും ഞാൻ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും.
അത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ഇതുപോലുള്ള അപകടങ്ങൾ നിങ്ങളുടെയൊക്കെ വീടിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ ഇങ്ങനെ കൊമ്പൊടിഞ്ഞിട്ട് KCBയിൽ വിളിച്ചു പറഞ്ഞിട്ട് വരാതിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണം. കാരണം നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും അറിയട്ടെ KCBയുടെ ഈ അനാസ്ഥ. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചെയ്യത്തില്ല എന്നുവെച്ചിട്ട് സാധാരണക്കാർക്കല്ല ഈ പ്രശ്നങ്ങൾ. ആ സമയത്ത് ഏതെങ്കിലും മറ്റേ വലിയ കോടീശ്വരന്മാരുടെയോ അല്ല വല്ല പ്രമുഖ വ്യക്തിയുടെ ഒക്കെ പെരയുടെ മുകളിലോട്ടായി ഇത് വീണെങ്കിൽ ഇപ്പൊ പണ്ടേ വെട്ടി മാറ്റിയല്ലേ. അവര് വിളിച്ചാൽ 100 വിളിച്ചാൽ ഒരു തവണ പോലും ഫോൺ പോലും എടുക്കത്തില്ല. അപ്പൊ സാധാരണക്കാരന്റെ അടുത്ത് എന്തുവാകാം, കറണ്ട് അടിച്ചു തൊലഞ്ഞാലും വേണ്ടിയല്ല, എങ്ങനെ തൊലഞ്ഞു മുടിഞ്ഞാലും ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയല്ല. ഇന്ന് ഇതിനൊരു തീരുമാനം ആക്കും ഇന്ന് ഞങ്ങള്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം വന്ന് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്തേക്കണേ.